താഴ്വരകളെ താരനിശകളെ നഗരനിശകളെ ടാറ്റ ടാറ്റ. അശോക പൂർണിമ വിടരും വാനം അനുഭൂതികൾ തൻ രജനീയാമം. അങ്ങനെ പൊന്നാപുരം കോട്ട എന്ന ചിത്രം അവരുടെ ജീവിതത്തിലൊരു വലിയ ദുരന്തത്തിന് വഴിതെളിച്ചു. അത് അപ്പം ആക്കാലത്ത് നാനാന്നൊരു സിനിമ ഇപ്പോഴും ഉണ്ട് നാന. അപ്പോൾ അതിലൂടെ ഇങ്ങനെ കുഞ്ചാക്കോ ഒരു തവണ പറയും, വിജയശ്രീ വേറെ തവണ പറയും. അങ്ങനെ ഇവരെ മധ്യസ്ഥതയ്ക്ക് ഒതുക്കി തീർക്കാൻ വളരെ ശ്രമിച്ചു. പക്ഷേ അങ്ങനെ വിജയശ്രീ ഇവർക്കെതിരെയുള്ള മാനനഷ്ടത്തിനുള്ള കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഇവരും പിൻവലിക്കാമെന്ന്. പക്ഷേ വിജയശ്രീ പിൻവലിച്ചു. പക്ഷേ ഉദയ സ്റ്റുഡിയോക്കാർ പിന്നെയും അവർക്കെതിരെ പ്രവർത്തനങ്ങളായിട്ട് പോവുകയും അങ്ങനെ ഏതോ എല്ലാ ഭാഗ്യശക്തികളുടെ ഇടപെടലിൽ ഇവർ ബലിയാടായി തീർന്നു. ഇതേ സമയത്ത് പക്ഷേ ഇവർക്ക് നിറയെ പടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവരെ ഒരു സംരക്ഷകനായിട്ട് സുബ്രഹ്മണ്യം മുതലാളി നിന്നിരുന്നു. കാരണം ഉദയയുടെ കേടുപാട് തീർക്കാൻ അദ്ദേഹം നല്ല ക്യാരക്ടർ കൊടുത്തു. സ്വർഗ്ഗപുത്രൻ എന്നൊരു സിനിമ, കാട് സിനിമ, യൗവനം, വണ്ടിക്കാരി എന്ന് കുറേ വണ്ടിക്കാരി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. വണ്ടിക്കാരെ പകുതി ചിത്രീകരിച്ചതേ ഉള്ളൂ. അങ്ങനെ സുബ്രഹ്മണ്യം മുതലാളി ഇവരെ മലയാള സിനിമയിലെ ഒരു മികച്ച നടിയാക്കി ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ പരിശ്രമങ്ങളും ചെയ്തിരുന്നു. അതിന് സുബ്രഹ്മണ്യം മുതലാളിയെ വിജയശ്രീ ഒരു ഗോഡ് ഫാദറായിട്ട് കണ്ടിരുന്നു. കുഞ്ചാക്കോയാകട്ടെ ഇവരോട് പ്രതികാര നടപടികൾ തുടരും. പക്ഷെ അതൊക്കെ നിർത്തുകയും ചെയ്തെങ്കിലും ഈ പത്രക്കാരും അന്നത്തെ മാധ്യമങ്ങളും ഇവരെ വീണ്ടും ശത്രുതയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ആ കേസിൻ്റെ നൂലാമാലകളിൽ കൂടി ഇവർക്ക് ഒരു നിരന്തരം ഇവർ പല പടങ്ങളിൽ നിന്നും പല നടന്മാർ ഇവരെ ഹറാസ് ചെയ്യാൻ തുടങ്ങി. ഇവർ സെറ്റുകളെ കളിയാക്കാൻ തുടങ്ങി. അവർക്ക് താങ്ങാൻ പറ്റാതായി തീർന്നു. പിന്നെ ഇവരെ സഹായിച്ച അസീം കമ്പനിയുടെ അസംബായി എന്നൊരാളുണ്ട്. അയാൾ ജന്മം കൊണ്ട് ഒരു പാകിസ്ഥാൻ ഇന്ത്യൻ പൗരനാണ്. അദ്ദേഹം മലയാള സിനിമയിലെ ഈ പ്രോപ്പർട്ടീസ് ഡെക്കറേറ്റീവ് ആർട്സ് എന്നൊരു സ്ഥാപനമുണ്ട്, അസീം കമ്പനി. അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം വിജയശ്രീയിലും പ്രേമ അനുരക്തനായി തീർന്നു. അദ്ദേഹം ഒരു വീടെടുത്ത് കൊടുത്ത് വിജയശ്രീ അമ്മയെ അവിടെ താമസിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടെങ്കിലും വിജയശ്രീ ഭയങ്കര ഇഷ്ടമായിരുന്നു. വിജയശ്രീക്ക് വേണ്ടി അദ്ദേഹം സിനിമാ നിർമ്മാതാവായി എന്ന് വേണമെങ്കിൽ പറയാം. വിജയശ്രീ നായികമായിട്ട് അങ്കത്തട്ട് എന്നൊരു പടമെടുത്തത്. ആ അങ്കത്തട്ടിൽ ഇവർക്ക് വേണ്ടി തന്നെ ഒരു പ്രത്യേക കഥയുണ്ടാക്കി, സെറ്റുകളും ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ TR രഘുനാഥ് എന്നൊരു ഡയറക്ടറാണ്, തെലുങ്ക് ഡയറക്ടറാണ് അദ്ദേഹം. അങ്കത്തട്ട് ഒരു പരാജയമായിരുന്നെങ്കിലും അസീം കമ്പനി വിജയശ്രീ വെച്ച് തനിനിറം ഒരുപാട് പടങ്ങളെടുത്തു. വിജയശ്രീക്ക് വേണ്ടി മാത്രം പടം എടുക്കുന്ന ഒരു പ്രൊഡ്യൂസറായിരുന്നു അസംബായി. കാരണം വിജയശ്രീ അസംബായിയുടെ മുമ്പിൽ ഒരു ബലഹീനതയായിരുന്നു. അപ്പോൾ അവർക്കൊണ്ട് എന്തോ പൈസ ചിലവാക്കാനും. പക്ഷേ അദ്ദേഹത്തിന് ഭാര്യ ഉള്ളതുകൊണ്ട് ഔദ്യോഗികമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ഭാര്യയെ കണക്ക്, ഒരു കാമുകയെ കണക്ക് അസംബായി കൊണ്ടു നടന്നു. ഇതും മറ്റു ചില പ്രശ്നങ്ങൾക്കിടയാക്കിയിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, വിജയശ്രീ വേറെയുള്ള കല്യാണം ആലോചിക്കാൻ വന്ന അയാളുടെ പ്രശ്നങ്ങൾ, പിന്നെ പത്രങ്ങളുടെ അങ്ങനെ എല്ലാം കൊണ്ട് അവർ മാനസികമായ ഒരു സമ്മർദ്ദത്തിലായിരുന്നു. എങ്കിൽ പോലും അവർ മികച്ച റോളുകൾ കിട്ടിയെന്നിടത്ത് അവർ പോവുകയും അവർ പ്രതിഫലം നോക്കാതെ നല്ല കഥാപാത്രങ്ങളെ അവർ തിരഞ്ഞെടുത്തിരുന്നു. സേതുമാധവൻ സാറിൻ്റെ ജീവിക്കാൻ മറന്നു ശ്രീ എന്നൊരു സിനിമയുണ്ട്. വെട്ടൂർ രാമനാഥ് ഷീലിയായിരുന്നു അതിൽ മെയിൻ റോള്. അതിലെ നായിക സത്യഭാമയുടെ ഒരു കാമുകനുണ്ടായിരുന്നു. അവരെ ഒരു ഗായകനായിരുന്നു, ഇവരും ഗായികയാണ്. അങ്ങനെ അയാളെ പ്രേമിച്ചിരുന്നു. അയാൾ എവിടെ നാട് വിട്ടുപോയി കാണാനില്ല. അയാൾ തിരിച്ചു വരുവാൻ പറഞ്ഞ് ഇവർ കല്യാണം പോലും കഴിക്കാതിരിക്കുന്നു. അങ്ങനെ ഇടയ്ക്ക് ഇവർ ആകാശവാണിയിൽ തൻ്റെ കാമുകൻ്റെ പാട്ട് ചെല്ലാൻ പെടുമ്പോൾ
അതേ നിലയിൽ തന്നെ വേറൊരു സ്ത്രീ വന്ന് പാടുന്നു. അതും താൻ വിഷുവിനെ കാമുകം പാടിയ പാട്ട്. അങ്ങനെ ഇവർ തമ്മിൽ കാണുകയും അപ്പോഴാണ് ഇവർ വഞ്ചന അറിയുന്നത്. തന്നെ കണക്ക് ബലിയാടായ സ്ത്രീയാണ് അവരുമെന്നും. അത്തരൊരു കഥാപാത്രം വിജയശ്രീ അവതരിപ്പിച്ചിരുന്നത്. ഷീലയെക്കാട്ട് സീനിയറായ കഥാപാത്രമാണെങ്കിലും എം.എൽ. വസന്തകുമാരി അനുസരിപ്പിക്കുന്ന വേഷവിധാനങ്ങളോട് കൂടിയാണ്. അത് വിജയശ്രീയുടെ അവിസ്മരണീയമായ കഥാപാത്രം. सरस्वती नाद ब्रह्म मंत्र बीजाक्षर रूपिणी അത് കണക്ക് കേശവദേവിൻ്റെ ആദ്യത്തെ കഥ എന്ന കഥാപാത്രം. അതിനൊക്കെ തന്നെ പ്രേതങ്ങളുടെ താഴ്വര, മറുനാട്ടിലൊരു മലയാളി വളരെയധികം വ്യത്യസ്തങ്ങളെ പ്രേം നസീർ വിജയശ്രീ ജോഡികളുടെ ഒരു സിനിമയായിരുന്നു. അന്ന് ഈ മദ്രാസിലെ മലയാളികൾ യഥാർത്ഥ നാമധേയം മറിച്ചിട്ട് ഹിന്ദു പേരിലാണ് താമസിക്കുന്നത്. അങ്ങനെ പ്രേം നസീർ മാത്യു എന്ന കഥാപാത്രമാണ്. അങ്ങനെ അദ്ദേഹം ഹോട്ടലിൽ ജോലിക്കാരനായിട്ട് വരികയും ഹോട്ടലിൻ്റെ ഉടമസ്ഥനായ ശങ്കരയുടെ മകളെ പ്രേമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞാൽ അദ്ദേഹം അപകടപ്പെടുത്തുമെന്നുള്ള പേടി കൊണ്ട് ഇവർ പറയാതിരിക്കുന്നതും അങ്ങനെ ഇവരുടെ രസകരമായ പ്രേമരങ്ങളും അവസാനം സത്യം തുറന്നു പറയുന്നതും അങ്ങനെയുള്ള രസകരമായ മുഹൂർത്തങ്ങളിലൂടെ മറുനാട്ടിലൊരു മലയാളി വളരെയധികം വിജയിക്കുകയുണ്ടായി. അശോക പൂർണിമ വിടരും വാനം അനുഭൂതികൾ തൻ രജനീയാമം അലയുകയായൻ അനുരാഗ കൽപ്പന ആകാശ താമര തേടി. പ്രേതങ്ങളുടെ താഴ്വരയിലും അദ്ദേഹം നല്ല കഥാപാത്രമായിരുന്നു. അവരുടെ പാട്ട് മലയാള പാട്ടിൽ തന്നെ മാതക പങ്കെന്നൊരു പാട്ടിൽ വിജയശ്രീയാണ് ഇങ്ങനെ ആസിംഗത്ത് വരുന്നത്. അതേ കണക്ക് തന്നെ ശശികുമാർ സാറിൻ്റെ പത്മവ്യൂഹം സിനിമയിൽ ഡബിൾ റോളാണ് അവർ. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. MS പ്രൊഡക്ഷൻസിൻ്റെ പത്മവ്യൂഹത്തിൽ ജോസ് പ്രാഷിൻ്റെ മക്കളായിട്ടാണ് ഇവർ അഭിനയിക്കുന്നത്. അതിൽ ജോസ് പ്രാഷ് അപകടത്തിൽ മരിച്ചു പോകുന്നുണ്ട്. ഒരു കഥാപാത്രം പ്രേം നസീറും ഒരു കഥാപാത്രം വിൻസെൻറ്റും പ്രേമിക്കുന്നതായിട്ടാണ്. ഒരു കഥാപാത്രം വളരെ തൻ്റെടിയും വളരെ മോഡേൺ ആയിട്ടൊരു യുവതിയായിട്ട്, മറ്റേത് വളരെ പക്വത വന്ന വളരെ സാധാരണ സാരിയൊക്കെ ധരിച്ചേരുന്ന സ്ത്രീയാണ്. ഈ രണ്ട് കഥാപാത്രങ്ങളെയും ഒരേപോലെ അഭിനയിപ്പിച്ച് മലയാളികളുടെ പ്രേക്ഷകരുടെ കീഴടക്കിയ കഥാപാത്രമായിരുന്നു ശശികുമാർ സാറിൻ്റെ പത്മവ്യൂഹത്തിൽ. കുറുമൊഴിമുല്ല പൂങ്കാറ്റിൽ രണ്ടു കുവലയ പൂക്കൾ വിടർന്നു. അതേ തന്നെ പഞ്ചവടി സിനിമയിലെയും കഥാപാത്രം, അതും വളരെയധികം കൊള്ളക്കാരുടെയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് സ്വന്തം കുടുംബക്കാരെ ബുദ്ധിമുട്ടിടയിൽ നിന്ന് രക്ഷപ്പെട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്ന ഒരു കഥാപാത്രമായിരുന്നു. ശശികുമാർ സാറിൻ്റെ നല്ല കഥാപാത്രങ്ങളായിട്ട് വിജയശ്രീ കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രേമരംഗങ്ങളിൽ പ്രേം നസീർ എങ്ങനെ പ്രേമരംഗങ്ങൾ വിജയിച്ചു, അതുപോലെ തന്നെ വിജയശ്രീയും പാട്ടുരംഗങ്ങളിൽ വളരെയധികം വിജയിച്ചിരുന്നു. അതുപോലെ തേനരുവി കുഞ്ചാക്കോട് സിനിമയായിരുന്നു. പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന സിനിമയിലും പ്രേം നസീറിന് 300ാമത്തെ സിനിമയായിരുന്നു. അതിലും പ്രേം നസീർ വിജയശ്രീ ജോഡികളായിരുന്നു. അതിലും വ്യത്യസ്തമായൊരു നർത്തകര കഥാപാത്രമായിരുന്നു. അതുപോലെ തന്നെ ഇത് കഥാപാത്രമാണ് ഇതിൻ്റെ നമ്മുടെ ആ കഥാപാത്രത്തിൻ്റെ പേര് ഉദയയുടെ തന്നെ തേനരുവി പിന്നെ
ഉഷാകുമാരി അഭിനയിച്ചൊരു സിനിമയുണ്ടായിരുന്നു, കാട്ടുതുളസി. എം കൃഷ്ണൻ നായർ സാർ ഡയറക്ടർ ചെയ്ത പടമാണ്. വളരെയധികം പേര് സത്യൻ, ഉഷാകുമാരി. പക്ഷെ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം നിലയിൽ ആണ് ഈ കഥാപാത്രം വരുന്നത്. ഇതിലും പ്രേംനസീർ എസ്റ്റേറ്റ് ഉടമസ്ഥനാണ്. അദ്ദേഹം വിജയശ്രീ നാട്ടിൽ നിന്ന് പഠനം കഴിഞ്ഞ് എസ്റ്റേറ്റിലേക്ക് വരികയും അങ്ങനെ എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളിയുടെ മകളെ വിജയശ്രീ പ്രേമിക്കുകയും അങ്ങനെ. പക്ഷേ അപ്പോഴേക്കാണ് അച്ഛൻ്റെ നിർബന്ധം വിജയ നിർമ്മല എന്ന കഥാപാത്രം കല്യാണം കഴിക്കുക. നിരാശനെ മദ്യത്തിലകണ്ടുപോയി ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് ഇവളെ ഈ തൻ്റെ കാമുകയെ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുകയും കൊക്കയിൽ വലിച്ചെറിയുകയും ആ ദുഃഖത്തിലിരിക്കുമ്പോൾ പ്രേംനസീർ ഒരിക്കൽ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ നടി തിരിച്ചു വരുവാണ്. അപ്പോൾ അവൾ കൊക്കയിൽ എറിഞ്ഞെങ്കിൽ ആരോ രക്ഷപ്പെടുത്തി അവൾ തിരിച്ചു വരുന്ന വേറൊരു നസീർ കല്യാണം കഴിക്കുന്നതായിട്ടുള്ള ഒരു കഥയായിരുന്നു തേനരുവിൽ. ദേവികുളം മലയിൽ തേനരുവിക്കരയിൽ താഴ്വരകളെ താരനിശകളെ നഗരനിശകളെ ടാറ്റ ടാറ്റ. അങ്ങനെയൊക്കെയുള്ള പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന ഉദയാട് സിനിമകളിലും ശശികുമാർ സാറിൻ്റെ സിനിമകളിലും സുബ്രഹ്മണ്യം മലയാള കാടിൽ ആനപ്പുറത്തുകാരൻ്റെ സീനൊക്കെ ഉണ്ട്. അതിലും വിജയശ്രീ കൊല്ലപ്പെടുന്നതാണ്. വിൻസെൻ്റ് വിജയശ്രീ ജോഡികളായിരുന്നു അതിനകത്ത്. നീലക്കടമ്പിൻ നിഴൽ ചോട്ടി താഴമ്പു മുത്തി വരും കാട്ടിൽ നീലക്കടമ്പിൽ നിഴൽ ചോട്ടി. അങ്ങനെ ഒരുപാട് മലയാള സിനിമയുടെ വിജയത്തിൻ്റെ ഒരു ഭാഗമായി മാറി വിജയശ്രീ നിലനിന്ന്. കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് പ്രേംനസീറിനോടൊപ്പം വിജയശ്രീയും ഒരു ഘടകമായി തീർന്നു. അപ്പം മാദക വേഷങ്ങളിൽ മാത്രമല്ല, CID കഥാപാത്രങ്ങൾ, സ്റ്റണ്ട് സിനിമകൾ, നല്ല നായിക കഥാപാത്രം, അങ്ങനെ മറ്റൊരു നടിയും ചെയ്യാനാവാത്ത ഒരുപാട് റോളുകൾ ചെയ്ത് വിജയശ്രീ മലയാള സിനിമയുടെ ഒരു ബോക്സ് ഓഫീസ് ഘടകമായിട്ട് മാറി. നമുക്ക് ഇന്നും വിജയശ്രീയുടെ സിനിമകൾ കാണാൻ പറയും ഇത്രയധികം. അതാണ് കേരളത്തിലെ അല്ലെ മലയാളത്തിലെ മർലിൻ മൺറോ എന്ന് അവർ വിശേഷിപ്പിക്കുന്നത്. അവരുടെ ഓരോ ചുണ്ടുകളിൽ തന്നെ ഒരു കാമം തുളുമ്പി നിൽക്കുന്ന പല നിരൂപകന്മാരും എഴുതിയിട്ടുണ്ട്. അതുപോലെ പാട്ട് സീനുകളിൽ, നൃത്തരംഗങ്ങളിൽ ശരിക്കും നൃത്തം അഭ്യസിച്ചൊരു അംഗചലനങ്ങളിൽ, നൃത്തഭാവാദികളിലൊക്കെ ഒരു പ്രത്യേക വിജയശ്രീ ടച്ച് ഉണ്ടാക്കിയെടുത്തവർ. പക്ഷേ അവർ ഒരു ദുർബല നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അത് ദുരൂഹമായിരുന്നു ആത്മഹത്യ. ഒരു ദിവസം അവർ ഷൂട്ടിംഗ് ഇല്ലാത്തൊരു ദിവസങ്ങളിൽ എന്തോ പ്രശ്നമുണ്ടായി. മുകളിൽ നിന്ന് ഫോൺ വരികയും ഫോൺ സംസാരിക്കാൻ പോയി. പെട്ടെന്ന് അവർ കാണാത്ത അമ്മ ചെന്ന് നോക്കുമ്പോൾ അവർ വായും നുരയും പതയുമെന്ന് കിടക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അസംബായും കൂട്ടരും എത്തിക്കുകയും അവിടെ ചെന്നപ്പോൾ അവർ മരിച്ചു പോയിരുന്നു. ഒന്ന് സംസാരിക്കാൻ പറ്റും. പെട്ടെന്ന് അദ്ദേഹം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് പറഞ്ഞത് പൊട്ടാസ്യം സയനൈഡ് കഴിച്ചു എന്നുള്ളതാണ്. ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ കൊടുത്തു? അന്ന് പല വാരികളിലും വന്നിരുന്നു. ആരോ ജനലിൽ കൂടെ അവരെ കൃത്രിമമായി ലാൻഡ് ഫോൺ ചെയ്യുകയും ആ സമയത്ത് ഫോൺ ചെയ്യുന്നിടത്ത് പൊട്ടാസ്യം സയനൈഡ് ഇവരെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്യുന്നിട്ട് ഒരുപാട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ എന്തായാലും ഇവർ ഇതിനു മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ പത്രക്കാരുടെയും പ്രൊഡ്യൂസർമാരുടെയും ഇവരുടെ ശത്രുക്കളുടെയും നിരന്തര ബാഹുല്യം കൊണ്ട് അതിൻ്റെ ഇടയിൽപ്പെട്ട് ബലിയാടായി തീർന്ന പാവപ്പെട്ട മാനസിക സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ അവർ ആത്മഹത്യ ചെയ്തിരിക്കാം, കൊലപാതകമാരി. പക്ഷേ ഇന്നും മലയാള സിനിമയിൽ തെളിയിക്കപ്പെടാത്ത ഒരു പ്രശ്നം. അന്ന് ഫോറൻസിക്കോ പിന്നെ നമ്മുടെ ക്യാമറകളോ ഒന്നും തന്നെ ഇല്ലായിരുന്ന കാലഘട്ടം. എന്നിട്ട് പോലും പക്ഷേ മലയാളികൾ ഏറെ ദുഃഖത്തോടുകൂടിയായിരുന്നു അവർ മരിച്ചപ്പോൾ. അവരുടെ 3-4 സിനിമകൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറുനാട്ടിലൊരു മലയാളി 74 മാർച്ചിലാണ് അവർ മരിക്കുന്നത്. ഇത് ഇത്രയും വർഷമായിട്ട് പോലും ആ ദുരന്തം നമ്മളിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ മലയാളത്തിന് നഷ്ടമായത് നല്ലൊരു നടിയായിരുന്നു. ഉയരങ്ങളിലേക്ക് മലയാളത്തിൻ്റെ ഭാവാഭിനയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന നടിയുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പൂവിനെ ഞെക്കി ഉടച്ചതുപോലെയായിട്ട് മാറി. ഏതായാലും ഏത് കശ്മലന്മാർ ചെയ്തുവാണെങ്കിലും അത് വല്ലാത്ത ചതിയായിപ്പോയി. പക്ഷേ അതാര് ചെയ്താലും അതിൻ്റെ ദുരന്തര ഫലങ്ങൾ അനുഭവിച്ചവരുണ്ടെന്നൊക്കെ പിന്നീട് പത്രങ്ങളിൽ അറിഞ്ഞു. നമുക്കതിനെപ്പറ്റി ഒന്നും കിടക്കുന്നില്ല. പക്ഷേ എങ്ങനെ വന്നു, എങ്ങനെ ഉയർന്നു എന്ന് നമ്മൾ ഉദാഹരണമാക്കേണ്ടതുണ്ട്.
ചെറിയ റോളുകളിൽ കടന്നു വന്ന് മാതരംഗങ്ങളിൽ കൂടെ കടന്നു വന്ന് ഒരു നർത്തകിയാവുകയും മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് ഹിറ്റ് നേടിത്തരുന്ന നായികയാവുകയും ചെയ്യുന്നുള്ളത് കഠിനാധ്വാനം കൊണ്ടല്ല, ഒന്നുമല്ല. അവർ പ്രത്യേക ഒരു ഫോർമുല ഉണ്ടാകും അവരുടെ ചിത്രങ്ങളിലൂടെ. മറ്റ് ഷീലയ്ക്കോ ശാരദയ്ക്കോ ജയഭാരതിക്കോ ഇല്ലാത്തൊരു പ്രത്യേകത അവർക്കുണ്ടായിരുന്നു. അതാണ് അവരുടെ വ്യക്തിത്വം, അവരുടെ അഭിനയചാരുത. നൃത്തവും മാദകത്വവും അഭിനയശേഷിയും കൂടെ ഒന്നും ഒത്തുചേർന്നൊരു നടിയായിരുന്നു വിജയശ്രീ. അങ്ങനെ വിജയശ്രീ മലയാളത്തിൻ്റെ നീറുന്ന ഒരു ഓർമ്മയായി ഇന്നും അവശേഷിക്കുന്നു. നമുക്ക് അതോടെ മലയാളികൾ എന്നും അവരെ ഓർത്തിരിക്കും. കഥാപാത്രങ്ങളിലൂടെ, പാട്ട് സീനുകളിലൂടെ, ഒരുപാട് പാട്ട് സീനുകളിലൂടെ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ പറ്റിയുള്ള കഥാപാത്രം. അതുകൊണ്ട് മലയാള സിനിമയിലെ മർലിൻ മൺറോയ അവരെ പറ്റി നമുക്ക് പ്രേക്ഷകർ ഒരുപടി കണ്ണുനീർ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. അവരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് കഥാപാത്രം അവതരിപ്പിച്ചു. പക്ഷേ എന്താണ്, നട്ടുച്ചയ്ക്ക് ഇരുട്ടായതുപോലെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടുന്ന ഒരു നടിയായിരുന്നവർ. സെല്ലോട് പ്രേക്ഷകർക്കൊണ്ട് നമുക്ക് ഒരു നിമിഷം അവരെ ഓർക്കാം. നന്ദി, നമസ്കാരം.